മതം എന്ന് പറയുന്നത് ഒരു സ്വകാര്യപ്പെടുത്തിയിട്ട് വെക്കേണ്ട സംഗതിയല്ലല്ലോ. അത് അസ്സലല്ലാഹുൽ ഇസ്ലാം, അള്ളാഹു ഇസ്ലാം കൊണ്ട് നമ്മെ ഇസ്സത്ത് ഐശ്വര്യം നൽകിയിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഏത് കാര്യമാണെങ്കിലും നിർദ്ദേശത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിര് കവിയാതെ, ഇവിടെ പലപ്പോഴും ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നത് ഇസ്ലാമിക നിർദ്ദേശത്തിന്റെ അപ്പുറത്ത് പോകുന്നത് കൊണ്ടാണ്. മറിച്ച് ഇസ്ലാം നിർദ്ദേശിച്ചിടത്ത് നിന്ന് ഇപ്പൊ നമുക്കറിയാം, ലോകത്ത് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള എത്രയോ മുസ്ലിം സ്ത്രീകൾ കൃത്യമായി ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട്, ഇപ്പോൾ കുതിരയോട്ടത്തിൽ ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടി, സമ്മാനം കിട്ടിയ കുട്ടി, അവൾ കൃത്യമായി ഹിജാബ് ധരിച്ചുകൊണ്ട് ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ 2.5% വരുന്ന സിഖ് സമുദായത്തിൽപ്പെട്ട ആളുകൾ കൃപാണവും തലപ്പാവും ധരിക്കുന്നു. അവര് മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിന് ആർക്കും ഒരു വിരോധമില്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങൾ, ഇവിടെയുള്ള കന്യാസ്ത്രീകൾ, അവർ കൃത്യമായ അവരുടെ വേഷം ധരിക്കുന്നു, ആർക്കൊരു പ്രശ്നവും തോന്നില്ലല്ലോ. പിന്നെ ഇസ്ലാമികമായ വേഷം ധരിക്കുന്നിടത്ത് മാത്രം ഈ പ്രശ്നം തോന്നുന്നത് ഇസ്ലാമിക ഫോബിയയുടെ കാരണത്താൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ നാം നിലനിർത്തേണ്ട ഒരു ചിന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വലതകൂനു ഇമ്മാതൻ വത്തിനു അൻഫുസകും. നിങ്ങൾ ആളെ കൂടെ കൂട്ടുന്നവരാകരുത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി കാത്തു സൂക്ഷിക്കുന്നത്, അത് വസ്ത്രധാരണത്തിലാണെങ്കിലും ജീവിത ശൈലിയിലാണെങ്കിലും ശരി, അത് കൃത്യമായി വെളിവാക്കിക്കൊണ്ട് തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഒരു മുസ്ലിം ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടത്.